സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ പരിശീലന കളരിയാണ് വിദ്യാഭ്യാസ കാലഘട്ടം. സൗഹൃദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയുമെല്ലാം ഒരു അടിപൊളി കാലം. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വർണ്ണാഭമായ കാലഘട്ടങ്ങളിൽ ഒന്നാണ് കലാലയ ജീവിതം. പടിയിറങ്ങിയാലും ഒരിക്കൽ കൂടി ആ കലാലയമുറ്റത്ത് എത്തിച്ചേരുവാനും ഓർമ്മകൾ പങ്കിടുവാനും ആഗ്രഹിക്കാത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥിയും ഉണ്ടാവില്ല. ഇന്നിൻ്റെ ഈ സൗഭാഗ്യങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ഒരു കലാലയമാണ് കോട്ടയം CMS കോളേജ്. ഇന്ത്യയിലെ ആദ്യ കലാലയം, ചരിത്രമുറങ്ങുന്ന വിദ്യയുടെ മണ്ണ്. കോളേജ് ജീവിതം എന്ന് ഉള്ളത് ചിന്തിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യമേ മനസ്സിൽ വരുന്ന ഒരു കോളേജാണ് CMS കോളേജ്. അതിന് പ്രധാന കാരണം ഈ സിനിമ ഏറ്റവും കൂടുതൽ സിനിമയിൽ കൂടെ തന്നെ CMS കോളേജിനെ പറ്റി ഒത്തിരി കേട്ടറിവുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ CMS കോളേജ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ക്യാമ്പസിനെ പറ്റി ഇവിടെ കോട്ടയം ജില്ലയിലുള്ളതല്ല, ഇന്ത്യയിൽ തന്നെ ഉള്ള ഏറ്റവും ഒരു വലിയ ക്യാമ്പസ് ഉള്ള ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ കോളേജിനോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ കിട്ടണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. കോട്ടയത്തിൻ്റെ മുഖമുദ്ര മാറ്റിമറിച്ചത് തന്നെ CMS കോളേജാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആദ്യമായി വിദ്യാഭ്യാസം കൊടുത്തതും CMS കോളേജാണെന്ന് അറിയുന്നതിൽ അഭിമാനിക്കുന്നു. ആദ്യമേ 3 പെൺകുട്ടികളാണെന്നും അത് ഈയിടെ മനോരമയിലൊക്കെ വന്നപ്പോഴേക്കും അന്നേരമാണ് കൂടുതൽ ഞാൻ അറിഞ്ഞത് അതിനെക്കുറിച്ചും. അന്നേരം ഈ CMSലാണ് പഠിക്കുന്നതിൻ്റെ കാര്യത്തിലോർത്ത് എനിക്ക് ഊർജ്ജം കൊള്ളാൻ സാധിച്ചു. കോട്ടയം CMS കോളേജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജാണ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പലർക്കും സംശയങ്ങളുണ്ടാവാറുണ്ട്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ കോട്ടയം CMS കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു കോളേജ് ചരിത്രത്തിലുണ്ട്. അത് കൽക്കട്ടയിൽ ആരംഭിച്ച ഫോർട്ട് വില്യം കോളേജ് അന്നത്തെ വൈസ്രോയായിരുന്ന വെല്ലസ്ലി പ്രഭു ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യൻ പ്രാദേശിക ഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു കോളേജായിരുന്നു. അത് 1835 ആ കോളേജ് ആവശ്യമില്ല എന്ന് വന്നതുകൊണ്ട് അന്നത്തെ വൈസ്രോയായിരുന്ന ബെൻഡിക് പ്രഭു ആ കോളേജ് നിർത്താൻ തീരുമാനിക്കുകയും കോളേജ് അങ്ങനെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ആരംഭിക്കുന്ന കോളേജ് 1815 മാർച്ചിൽ ആരംഭിച്ച കോട്ടയം കോളേജാണ്. കോട്ടയം കോളേജിനെ സംബന്ധിച്ചിടത്തോളവും അത് രേഖകളിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് 1817 എന്നാണെങ്കിൽ കൂടി ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും ആധുനിക ഗവേഷണ ഫലങ്ങളും നമ്മളെ ബോധ്യമാക്കി തരുന്നത് 1815 മാർച്ചിൽ കോട്ടയം കോളേജ് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ്. CMS കോളേജിൻ്റെ ആരംഭം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശക്തമായ ജാതി ചിന്തയും നാടുവാഴിത്ത ജന്മിത്വ വ്യവസ്ഥിതിയും നിലനിന്നിരുന്ന കേരളത്തിൽ AD 1-ാം നൂറ്റാണ്ട് മുതൽ മലങ്കര സുറിയാനി സഭ എന്ന പ്രാചീന ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു. കുന്നംകുളം മുതൽ കൊല്ലം വരെയുള്ള സ്ഥലങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ഈ വിഭാഗം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ അകറ്റപ്പെട്ടിരുന്നു. അവരെ സംഘടിപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുക എന്ന ക്രൈസ്തവ മിഷണറിമാരുടെ താൽപ്പര്യമായിരുന്നു CMS എന്ന കോളേജിന് കാരണമായത്. 1800കളിൽ കുന്നംകുളം കൊച്ചി രാജ്യത്തിൻ്റെ കീഴിലും കൊല്ലം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കീഴിലുമായിരുന്നു. ഇതിനു മധ്യയുള്ള കോട്ടയത്താണ് അന്ന് CMS കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. ഇങ്ങനെ 2 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഈ പ്രാചീന ക്രൈസ്തവ സഭയായ മലങ്കര സുറിയാനി സഭയിലെ ആളുകളുടെ ജനങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാഹചര്യങ്ങൾ വളരെ പിന്നാക്കാവസ്ഥയിലായിരുന്നു 1800കളുടെ തുടക്കത്തിൽ. പ്രത്യേകിച്ച് തിരുവിതാംകൂർ പോലെയുള്ള ഒരു വളരെ യാഥാസ്ഥിതികമായ ഒരു രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ സാമൂഹ്യബന്ധം അടിമ ഉടമ സാമൂഹ്യബന്ധത്തിൽ നിൽക്കുന്ന ഒരു നാടുവാഴുത്ത സാമൂഹ്യ ക്രമത്തിൽ കേരളത്തിലെ ഈ മലങ്കര സുറിയാനി സഭയിലെ അംഗങ്ങൾ സാമൂഹ്യമായി വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൻ്റെ അല്ലെ തിരുവിതാംകൂറിൻ്റെയോ കൊച്ചിയുടെയോ രാജ്യത്തെ മുഖ്യധാരയിലേക്ക് വരാതെ ഈ 2 രാജ്യങ്ങളിലെയും വനപ്രദേശങ്ങളോട് ചേർന്നുള്ള മലയോര പ്രദേശങ്ങളിലുമാണ് പ്രധാനമായും ക്രിസ്ത്യാനികൾ അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും പള്ളികൾ സ്ഥാപിച്ചതും ജീവിച്ചതും അവരുടെ കൃഷി
പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വന്നത്. പ്രാരംഭ കാലഘട്ടത്തിൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ചർച്ച് മിഷണറി സൊസൈറ്റിയും അഥവാ CMSഉം മലങ്കര സുറിയാനി സഭയും ചേർന്നുള്ള ഒരു ട്രസ്റ്റായിരുന്നു. ഏകദേശം 20 വർഷത്തോളം ഈ ട്രസ്റ്റും CMSഉം ഒരുമിച്ച് കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ 1835 കാലഘട്ടത്തോടുകൂടി ചർച്ച് മിഷണറി സൊസൈറ്റിയും മലങ്കര സുറിയാനി സഭയും ഒന്നിച്ചു ചേർന്നുള്ള ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുകയും, അതായത് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ട് വന്ന കാലഘട്ടത്ത് തിരുവിതാംകൂർ മഹാരാജാവ് നിയമിച്ച ഈ ആർബിട്രേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോളേജ് വക ട്രസ്റ്റിൻ്റെ സ്വത്തുക്കൾ 2ആയി വിഭജിക്കുകയും അതിനെ തുടർന്ന് 1920 കാലഘട്ടം മുതൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ കോളേജ് ക്വാർട്ടേഴ്സിൻ്റെ സമീപത്തേക്ക്, ഈ ക്യാമ്പസിലേക്ക് കോളേജ് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് കോളേജ് നടത്തുവാനുള്ള ഉത്തരവാദിത്വം ചർച്ച് മിഷണറി സൊസൈറ്റിയെ പൂർണ്ണമായി ഏൽപ്പിക്കുകയും ചെയ്തു. CMS കോളേജിൻ്റെ ആരംഭമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ 1788കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കരാർ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജ സ്ഥാപിക്കുന്നുണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഒരു അംഗം പൊളിറ്റിക്കൽ ഏജന്റായി തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുമെന്നും പകരമായി അന്ന് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നിന്ന് തിരുവിതാംകൂറിനെ സംരക്ഷിച്ചു കൊള്ളാമെന്നുമായിരുന്നു കരാർ. ജോർജ് പൗണിയായിരുന്നു ആദ്യ പൊളിറ്റിക്കൽ ഏജന്റ്. തുടർന്ന് 1800കളോടെ കേണൽ മെക്കാളെ ഈ സ്ഥാനത്തേക്ക് കടന്നുവന്നു. അന്ന് തിരുവിതാംകൂർ ദളവ വേലുത്തമ്പിയായിരുന്നു. ശക്തനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. മെക്കാളയുമായുള്ള അസ്വാരസ്യത്തെ തുടർന്ന് 1808ൽ ദളവ അദ്ദേഹത്തെ വധിക്കുവാനായി ഒരുങ്ങി. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മെക്കാളയുടെ പിന്മാറ്റത്തെ തുടർന്ന് കേണൽ ജോൺ മൺറോ 1810 അധികാരസ്ഥാനം ഏറ്റെടുക്കുന്നു. തിരുവിതാംകൂർ ദിവാൻ പദവി കൂടി ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാകുന്നുണ്ട്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ വിയോഗത്തെ തുടർന്ന് റാണി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയായിരുന്നു അന്ന് ഭരണച്ചുമതല വഹിച്ചിരുന്നത്. മൺറോയുടെ നൂതന ചിന്തകളും നേതൃത്വ പാടവവും വളരെ വേഗം മൺറോയെ രാജ്ഞിയുടെ പ്രീതിക്ക് കാരണമാക്കി. സാമൂഹികമായി ഈ ഒരു പ്രത്യേക പരിതോവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രാചീന ക്രൈസ്തവ സഭയായി മലങ്കര സുറിയാനി സഭയെ സാമൂഹ്യമായി അവരുടെ ഒരു പുനരുദ്ധാരണത്തിനുള്ള വഴി എന്താണ്? അതിനൊരു മാർഗം എന്തായിരുന്നു? അത്തരമൊരു പുനരുദ്ധാരണത്തിൻ്റെ സാമൂഹ്യ ആവശ്യത്തിൽ ഒരു സമൂഹം, ഒരു സമുദായം എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് വലിയൊരു മനുഷ്യസ്നേഹിയും ഭരണാന്തരജ്ഞനുമായ കേണൽ മൺറോ ബ്രിട്ടീഷ് റെസിഡൻ്റായി എത്തിച്ചേരുന്നത്. ബ്രിട്ടീഷ് റെസിഡൻ്റായി എത്തിച്ചേർന്ന കേണൽ മൺറോ കുറേ വർഷങ്ങൾ തിരുവിതാംകൂറിലെ ദിവാൻ പദവിയും അലങ്കരിക്കുന്നുണ്ട്. തിരുവിതാംകൂറിലെത്തിയ കേണൽ മൺറോ സ്വാഭാവികമായും കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രാചീന ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അത് ഒരു തരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ കാര്യം കൂടിയായിരുന്നു. മറ്റൊന്ന്, കേരളത്തിൽ നിലനിൽക്കുന്ന ഈ പ്രാചീന ക്രൈസ്തവ സമൂഹത്തിന് പാശ്ചാത്യ നാടുകളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന കത്തോലിക് സഭാവിഭാഗവുമായി ബന്ധമില്ലാതെ ഏതാണ്ട് സ്വതന്ത്രമായി കഴിയുന്ന ഒരു വിഭാഗമാണെന്നുള്ള ധാരണയുമുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്ന് വരുന്ന കേണൽ മൺറോയെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രാചീന സഭയെ സഹായിക്കണം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്നുള്ളൊരു ധാരണ സ്വരൂപിക്കുന്നതിന് കാരണമായി തീർന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച മൺറോ ആദ്യം ആ സമൂഹത്തിൻ്റെ തൽക്കാല അവസ്ഥയെക്കുറിച്ചുള്ളൊരു പഠനത്തിന് തന്നെയാണ് മുതിർന്നത്. ഏതാനും ചോദ്യങ്ങൾ അദ്ദേഹം അന്നത്തെ മലങ്കര സുറിയാനി സഭ മേലധ്യക്ഷനായ മെത്രാപ്പൊലീത്തയ്ക്ക് എഴുതി നൽകി. മെത്രാപ്പൊലീത്ത അന്ന് അതിനൊക്കെ മറുപടി കൊടുക്കുകയും ചെയ്തു. ആ മറുപടിയുടെ അപഗ്രഥനത്തിലൂടെ കേണൽ മൺറോ എത്തിച്ചേർന്ന നിഗമനം, ഈ സഭയുടെ ഇന്നത്തെ സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം ആ സഭ അഭിമുഖീകരിക്കുന്ന വിദ്യാഭ്യാസമില്ലായ്മയാണ്.
സഭയിൽ വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് പുരോഗതി ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ആളുകൾക്ക് ബാഹ്യ സമൂഹവുമായി ഇടപെടുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒന്നും സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിൻ്റെ റെസിഡൻറ്റും ഒപ്പം ദിവാനുമാകുന്ന മൺട്രോയെ സംബന്ധിച്ചിടത്തോളവും മറ്റൊരു ലക്ഷ്യവും മറുവശത്തുണ്ടായിരുന്നു. അതായത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പരിഷ്കരിക്കുക. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പരിഷ്കരിക്കണമെങ്കിൽ സർക്കാർ സർവീസിലേക്ക് വിദ്യാഭ്യാസമുള്ള ആളുകൾ എത്തുകയും വേണം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ താൻ ഭരണപരമായി പരിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഭരണപരിഷ്കരണത്തെ സഹായിക്കുന്നതിന് വേണ്ടി വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ആളുകൾ സർക്കാർ സർവീസിലേക്ക് വരിക, താൻ സഹായിക്കണമെന്ന് മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ആഗ്രഹിക്കുന്ന, പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്ന മലങ്കര സുറിയാനി സഭയെ ആധുനിക വിദ്യാഭ്യാസം നൽകി ഉയർത്തുക, രണ്ടിനും കൂടി സഹായിക്കുന്നത് ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിൽക്കുന്ന ഒരു കോളേജായിരിക്കും എന്ന നിഗമനത്തിൽ മൺട്രോ എത്തിച്ചേരുകയും അത്തരമൊരു കോളേജ് കോട്ടയത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. CMSൻ്റെ അത്ര ഒരു കോളേജും വരികയല്ല. CMS പഠിക്കുന്ന ഒരു ഭാഗ്യമാണ്. എന്നോട് ഇറങ്ങിപ്പോയവരാണല്ലോ. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു. അതുമല്ല, ഞാൻ മിക്കപ്പോഴും ബസ്സിൽ കയറുമ്പം എവിടെയാണ് പഠിക്കുന്നത് ചോദിക്കുമ്പം CMSലാന്ന് പറയുമ്പോൾ അവരുടെ തന്നെ അവർ തന്നെ പറയുന്നത് CMSലാണ് പഠിക്കുന്നത്. പിന്നെ അറിയാവുന്ന കൂട്ടുകാരാണല്ലോ, ഇവനോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഇവൻ്റെ കോളേജ് എന്നാ ഭയങ്കര മടുപ്പാണോ അങ്ങനൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഇവൻ CMSലല്ലേ പഠിക്കുന്നത് ഇന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ CMS എന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയാണെന്ന് എല്ലാവർക്കും അവർക്ക് തന്നെ അറിയാം. പിന്നെ അതുപോലെ തന്നെ എനിക്കും. ഈ കലാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിയത് തിരുവിതാംകൂർ രാജവംശമാണ്. മാറി മാറി വന്ന രാജകുടുംബാംഗങ്ങളെല്ലാവരും ഈ കലാലയത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് കണ്ടത്. കേണൽ മൺട്രോയ്ക്ക് സർക്കാർ സംവിധാനത്തിലേക്ക് മിടുക്കരായ ഉദ്യോഗസ്ഥരെ ലഭിക്കുന്നതോടൊപ്പം പ്രാചീന ക്രൈസ്തവ സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു. ഇവിടെയാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വിശാലമായ മനസ്ഥിതി മനസ്സിലാക്കേണ്ടത്. ശക്തമായ ജാതിചിന്തകളും അടിമ ഉടമ വ്യവസ്ഥകളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു കോളേജിനായുള്ള തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സഹായങ്ങൾ ഒരു വിപ്ലവകരമായ തീരുമാനം കൂടിയായിരുന്നു. ജാതി ചിന്തകൾക്കപ്പുറമായി നവോത്ഥാനത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക എന്ന വിശാലമായ ചിന്താഗതി. നിർമ്മാണത്തിനായുള്ള തടികളും 16 ഏക്കർ ഭൂമിയും രാജകുടുംബം ദാനമായി കോട്ടയത്ത് നൽകി. കൂടാതെ ഇന്ന് കൊല്ലത്തിനടുത്തുള്ള മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്ന 250 ഹെക്ടർ ഭൂമി കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കോളേജിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ റാണി ലക്ഷ്മിഭായ് പിന്നീട് കൊല്ലത്തിന് സമീപമുള്ള മൺട്രോ തുരുത്ത എന്ന സ്ഥലം, ഏകദേശം 200-ലധികം ഹെക്ടർ വരുന്ന സ്ഥലം, കോളേജിൻ്റെ അനുദിന ചെലവുകൾക്ക് വേണ്ടി കരം പിരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനായി ആ സ്ഥലം തരികയും, എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അത്തരം കരം പിരിവുകൾ വളരെ ബുദ്ധിമുട്ട് അതിനെ തുടർന്ന് പിന്നീട് സർക്കാർ അത് ഏറ്റെടുക്കുകയും പിന്നീട് സർക്കാർ തന്നെ അല്ലെങ്കിൽ രാജകുടുംബം തന്നെ പിന്നീട് നേരിട്ട് പണം തന്ന് ഈ കോളേജിനെ അനുദിന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കേണൽ മൺട്രോ കോട്ടയത്ത് പ്രത്യേകിച്ച് സുറിയാനി കേന്ദ്ര പ്രദേശങ്ങളായിരുന്ന വാസസ്ഥാന പ്രദേശങ്ങളായിരുന്ന കുന്നംകുളത്തിനും കൊല്ലത്തിനും മധ്യഭാഗത്തായി വരുന്ന കോട്ടയത്ത് തന്നെ ഒരു കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾ ആരാണെന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ടായിരുന്ന വ്യക്തിയുമായിരുന്ന ഇട്ടു പ്രഭാനെയാണ് അദ്ദേഹം അതിന് സഹായിയായിട്ട് കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ കേണൽ മൺട്രോ ഇങ്ങനൊരു കോളേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അതിന് സഹായം തേടേണ്ടിയിരുന്ന അന്നത്തെ മലങ്കര സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്തായിരുന്ന മാർത്തോമ മെത്രാപ്പൊലിത്തയിൽ നിന്നായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം ശ്രമിക്കാതെ അന്നത്തെ മലങ്കര സുറിയാനി സഭ മേധാവിയായിരുന്ന മാർത്തോമ മെത്രാപ്പൊലിത്തയിൽ മാർത്തോമ മെത്രാനിൽ അത്ര വിശ്വാസമില്ലായിരുന്ന കേണൽ മൺട്രോ തനിക്ക് വിശ്വാസമുള്ള ഇട്ടുപ്രമ്പാനെ ആ ദൗത്യമേൽപ്പിക്കുന്നു. അങ്ങനെ CMS കോളേജിൻ്റെ ഈ കോട്ടയം കോളേജിൻ്റെ കെട്ടിടം 1813 രാജകീയ നീട്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പണി ആരംഭിക്കുമ്പോൾ
ആ നിർമ്മാണ ജോലികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കേണൽ മൺറോയുടെ താല്പര്യപ്രകാരം ഇട്ടൂപ്രമ്പാനാണ്. എൻ്റെ വീട് മാവേലിക്കരയാണ്. സോ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മാവേലിക്കര ബിഷപ്പ് കോളേജ്. പക്ഷേ അതിനുശേഷം എന്തുകൊണ്ട് എനിക്കവിടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കിട്ടുകയാണ്. പക്ഷേ ലാസ്റ്റിലാണ് CMS കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവിലെ കുട്ടിക്ക് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് പഠിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചാണ് ഏറ്റവും വലിയ കാര്യം. അത് ഒന്നാമത്തെ കാര്യം ഈ ക്യാമ്പസ് ഏറ്റവും വലിയ അക്കാഡമിക് ലെവലിനേക്കാളൊക്കെ ഏറ്റവും പിള്ളേരെ ആകർഷിക്കുന്ന കാര്യമാണ് ഈ ക്യാമ്പസാണ്. ഗ്രീൻ ലഷ് ക്യാമ്പസ്. ഒരു മാഗ്നറ്റിസം പവറുണ്ട്. സാർ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഹോം സിക്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ക്യാമ്പസിന് അങ്ങനെ സംഭവമില്ല. നമുക്ക് കോളേജ് സിക്നെസ്സാണ് ഫീൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ അങ്ങനെ ഇവിടെ വന്നു. പിന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. 200 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ്. സോ എവിടെ പോയാലും CMSനെ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് വാക്കുകൾ അധികമാവാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി മുതലുള്ള ഒരുപാട് മഹത് വ്യക്തികളെ സംഭാവന ചെയ്ത കോളേജ്. അപ്പോൾ ഈ മണ്ണിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ കോട്ടയം കോളേജിൻ്റെ കോട്ടയത്തൊരു കോളേജ് സ്ഥാപിക്കാൻ മൺറോ തീരുമാനിച്ചപ്പോൾ ആദ്യം ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഇട്ടൂപ്രമ്പാനെ ചുമതലപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടി മൺറോ ആദ്യം സ്വരൂപിക്കുന്നത് തനിക്ക് മുമ്പ് ബ്രിട്ടീഷ് റെസിഡൻ്റായി തിരുവിതാംകൂറിൽ സേവനമനുഷ്ഠിച്ച മെക്കാളെ സ്വരൂപിച്ച് ഇവിടെ ഉണ്ടായിരുന്ന മലങ്കര സുറിയാനി സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്ന പണത്തിൻ്റെ പലിശയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ 3000-ലധികം പൂവരാഹനാണ് അന്ന് മെക്കാളെ സുറിയാനി സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ വർഷവും കിട്ടുന്ന പലിശ 8% പലിശയ്ക്കാണ് ആ പണം ഇട്ടിരുന്നത്. അപ്പോൾ പലിശയ്ക്ക് അഥവാ വട്ടിക്ക് ഇട്ട പണമായതുകൊണ്ട് ആ പണം അറിയപ്പെട്ടത് വട്ടിക്കിട്ട പണം അല്ലെ വട്ടിപ്പണം എന്നാണ് അറിയപ്പെട്ടത്. ആ വട്ടിപ്പണത്തിൻ്റെ പലിശ സഭയിലുണ്ടായ ചില ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടും തർക്കങ്ങൾ കൊണ്ടും കഴിഞ്ഞ 3 വർഷമായിട്ട്, അതായത് 1913, 14, 15, 12, 13, 14 വർഷങ്ങളിൽ മലങ്കര സുറിയാനി സഭ അതിൻ്റെ പലിശ അല്ലെ അന്നത്തെ അതിൻ്റെ മെത്രാപ്പോലീത്ത അതിൻ്റെ പലിശ കൈപ്പറ്റിയിരുന്നില്ല. അങ്ങനെ 3 വർഷത്തെ പലിശ കുടിശ്ശികയുണ്ടായിരുന്നു. മൺറോ ആദ്യം ചെയ്തത് ഈ കുടിശ്ശികയുണ്ടായിരുന്ന പണം, ആ പലിശപ്പണം മേടിച്ച് ഇട്ടൂപ്രമ്പാനെ ഏൽപ്പിച്ചു കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടി. സത്യത്തിൽ ഈ വട്ടിക്കിട്ട പണത്തിൻ്റെ പലിശ കൊണ്ടാണ് കോളേജ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസ രീതിക്ക് ഇന്ത്യയിൽ തന്നെ തുടക്കം കുറിച്ച കേണൽ മൺറോ ആദ്യമായി നേരിട്ട വെല്ലുവിളി ഈ പാഠ്യരീതിക്ക് പറ്റിയ ആളുകളെ കണ്ടെത്തുക എന്നതായിരുന്നു. അതിന് അദ്ദേഹം ചർച്ച് മിഷണറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എഴുത്തുകുത്തുകൾ നടത്തി. എന്നാൽ അന്നത്തെ നിലയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കത്ത് ഇംഗ്ലണ്ടിലെത്തണമെങ്കിൽ 6 മാസവും അവിടെ നിന്ന് അതിൻ്റെ മറുപടി ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം കൂടി വേണ്ടിവരുമായിരുന്നു. ഈ കാലദൈർഘ്യം അന്ന് വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. മറ്റൊരു ബുദ്ധിമുട്ട് അന്ന് വിദ്യാർത്ഥികളെ ലഭിക്കുക എന്നതായിരുന്നു. ഇതിനെല്ലാം മൺറോയെ സഹായിച്ചത് ഇട്ടൂപ്രമ്പാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ പലരെയും നിർബന്ധിച്ച് ഇന്നത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്രായക്കൂടുതലുള്ള വിദ്യാർത്ഥികളെയാണ് ലഭിച്ചിരുന്നത്. കോളേജ് ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള 25 വിദ്യാർത്ഥികളെ വെച്ചാണ്. അവരുടെ എല്ലാവിധ ചിലവുകളും കോളേജാണ് ഏറ്റെടുത്തിരുന്നത്. പിന്നീട് മൺറോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് വിസ്തൃതനായ ബെഞ്ചമിൻ ബെയ്ലിയുടെ വരവോടെയാണ്. 1817 യൂറോപ്യൻ പ്രിൻസിപ്പളായ റവറൻ ബെഞ്ചമിൻ ബെയ്ലി കോളേജിൻ്റെ സാരഥ്യം ഏറ്റെടുത്തതോടുകൂടി ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് ഇവിടെ വഴി തുറക്കുകയായിരുന്നു. ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് രീതിയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കരിക്കുലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം. അതിന് തുടക്കം കുറിച്ചത് ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു എന്നുള്ളതാണ് ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിന് കൊടുത്ത ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഭാരതത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാവുന്നത്. ബെഞ്ചമിൻ ബെയ്ലി CMS കോളേജിലെ ആദ്യ വിദേശ പ്രിൻസിപ്പൽ. 1817ഓടെയാണ് ബെയ്ലി CMS കോളേജിന്റെ സാരഥ്യം ഏറ്റെടുത്തത്. കേരളത്തിന്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച 2 പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ആധുനിക വിദ്യാഭ്യാസം,
2 അച്ചടി. ഇത് രണ്ടും ആരംഭിക്കപ്പെട്ടത് ബെഞ്ചമിൻ ബെയ്ലി എന്ന മിഷനറിയിലൂടെയാണ് എന്നോർക്കുമ്പോൾ കേരളം ഈ മിഷനറിമാർക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മതപ്രചരണം എന്നതിനപ്പുറമായി ഓരോ മനുഷ്യരെയും തുല്യരായി കാണുന്നതിനുള്ള സാർവത്രിക സ്നേഹം എന്ന മൂല്യത്തിനാണ് അവർ മുൻതൂക്കം നൽകിയിരുന്നത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ കലാലയങ്ങളും പിന്തുടരുന്ന പാഠ്യക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച ഈ മഹത് വ്യക്തിയുടെ 2 കുട്ടികൾ ഇന്ത്യയിലെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാതെ മരണപ്പെട്ടു. അവരെ CMS സെമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നതും ദുഃഖസാന്ദ്രമായ ഒരു ഓർമ്മയാണ്. 1824 കലാലയം സന്ദർശിച്ച കേണൽ വെൽസ് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഇങ്ങനെ പറയുന്നു: 2500-ലധികം ബുക്കുകൾ CMS ലൈബ്രറിയിൽ ഭംഗിയായി ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ശക്തമായ വിജ്ഞാന വിസ്ഫോടനത്തിലൂടെ കേരള സമൂഹത്തെ സമ്പന്നമാക്കുവാനും CMSന് കഴിഞ്ഞു. കോളേജിൻ്റെ ചുമതല ഏറ്റെടുത്ത ബെയ്ലി തൊട്ടടുത്ത മാസം തന്നെ ഇംഗ്ലീഷ് ഭാഷ കോളേജിൽ പഠിപ്പിച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാണുന്നത് പോലെ വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പാഠ്യക്രമം അദ്ദേഹം നടപ്പിലാക്കി. ആ പാഠ്യക്രമത്തിൽ ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രം, ചരിത്രം, ആധുനിക ശാസ്ത്രം തുടങ്ങി വിഭിന്ന ഭാഷകൾ വരെ ഉൾപ്പെടുന്ന ഒരു വികസിതമായ പാഠ്യക്രമമാണ് ബെഞ്ചമിൻ ബെയ്ലി കോട്ടയം കോളേജിൽ ഏർപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ബെയ്ലി കോട്ടയം കോളേജിൽ തുടക്കമിട്ട ഒരു പ്രത്യേക വിഭാഗമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഈ എല്ലാ പ്രവർത്തനങ്ങളുടെയും നടുനായകത്വം വഹിച്ചു പോരുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ നാട്ടുകാരായ ചില അധ്യാപകരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹീബ്രു പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇസാർ ഫദി എന്ന് പറയുന്നൊരു പണ്ഡിതൻ, അതുപോലെ ചാത്തുമേനോൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, തദ്ദേശീയനായ പണ്ഡിതൻ, സംസ്കൃതവും മലയാളവും ഒക്കെ പഠിപ്പിക്കുന്നതിന്. അപ്പോൾ അത്തരത്തിലുള്ള തദ്ദേശീയരായ അധ്യാപകരും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിൽ ഞാൻ വന്നപ്പോൾ എല്ലാവരെയും ഞാൻ കണ്ടു. ഒത്തിരി കൂട്ടുകാരുകളായിട്ട് എല്ലാവരും നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേങ്കിൽ അപ്പോഴും ഞാൻ പലയിടങ്ങളിലായിട്ട് സ്ഥലങ്ങൾ കണ്ടെത്തി. ഒന്ന് ഞങ്ങളുടെ ചാപ്പലിൻ്റെ ഫ്രണ്ട് വശം, ചാപ്പലിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പിലിരുന്നാൽ, അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് ഹോളിൻ്റെ ഫ്രണ്ടിലിരുന്നാൽ, പിന്നെ അവിടെ ഞങ്ങൾക്കൊരു വലിയൊരു മരമുണ്ട്, ആ മുത്തശ്ശി മരത്തിൻ്റെ അടിയിലിരുന്നാൽ ഒരു സങ്കടവും അനുഭവപ്പെടില്ല. നമുക്ക് മറ്റുള്ളവരെ കാണാനും മറ്റുള്ളവരെ വീക്ഷിക്കാനും നമുക്ക് അവിടെ നിന്നാൽ സാധിക്കും. എനിക്ക് കൂട്ടുകാരില്ലാത്തതിൻ്റെ സങ്കടങ്ങളൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവിടെ നിന്നിരുന്നപ്പോൾ. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് ഒത്തിരി കൂട്ടുകാരെ എനിക്കിപ്പം ഈ കോളേജ് ഒത്തിരി സമ്മാനിച്ചിട്ടുണ്ട്. അത് കാരണം ഒത്തിരി സന്തോഷവതിയാണ് ഈ കോളേജിൽ വന്നതിൽ. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജായ CMS കോളേജിൽ ഇന്ന് 2100-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 15 PG കോഴ്സുകളിലും 15 ഡിഗ്രി കോഴ്സുകളിലുമായാണ് ഈ ഇത്രമാത്രം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത്. ഇന്നത്തെ ഈ വിദ്യാർത്ഥികളുടെ ഈ സ്ട്രെങ്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 70% വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി പ്രശസ്തരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംഭാവന ചെയ്യുവാനും ഈ കലാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കളിൽ പ്രിൻസിപ്പലായി എത്തിയ റിച്ചാർഡ് കോളിൻസ് മലയാള ഭാഷയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്നത് അദ്ദേഹത്തിൻ്റെ മലയാളം നിഘണ്ടുവാണ്. മലയാളത്തിലെ ആദ്യത്തെ മലയാള ഭാഷാ നിഘണ്ടു. ഏകദേശം 40 വർഷക്കാലമാണ് മലയാളികൾ ഇത് പിന്തുടർന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഫ്രാൻസിസ് റൈറ്റ് അവിടുത്തെ അധ്യാപികയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ നോവലായ ഘാതകവധം ഇവരുടെ സംഭാവനയാണ്. കോളേജ് ആരംഭിച്ച് 100 വർഷം എത്തുന്ന ഘട്ടം വരെ, അതായത് 1913 വരെ കോളേജിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. 1913
CMS കോളേജ് ഒരു ശക്തമായ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു തീരുമാനമായിരുന്നു പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഈ കോളേജിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുക. അങ്ങനെ 1913 പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി. CMS കോളേജ് കേരള സമൂഹത്തിന് നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ആധുനികീകരണത്തിൽ ആ കോളേജ് നിർവഹിച്ച വലിയ പങ്കാണ്. കേരള സമൂഹം 2 നൂറ്റാണ്ട് മുമ്പ് ആധുനികതയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ, പ്രാചീന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ആധുനികീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ആ ആധുനികീകരണത്തിൻ്റെ ചാലകശക്തിയായി വർത്തിച്ച 2 കാര്യങ്ങൾ, ഒന്ന് ആധുനിക വിദ്യാഭ്യാസവും മറ്റൊന്ന് അച്ചടി എന്ന സാങ്കേതിക വിദ്യയുമാണ്. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഈറ്റില്ലം കോട്ടയം കോളേജാണ്. അതുപോലെ തന്നെ കോട്ടയം കോളേജിലാണ് ആധുനിക അച്ചടി എന്ന് പറയുന്ന നീക്കിവയ്ക്കാവുന്ന ആണിയച്ചുകൾ ഉപയോഗിച്ചുള്ള ആധുനിക അച്ചടി ആരംഭിക്കുന്നതും കോട്ടയം കോളേജിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബെഞ്ചമിൻ ബെയ്ലിയെക്കുറിച്ച് മലയാളം അച്ചടിയുടെ ഉപജ്ഞാതാവ്, മലയാളം അച്ചടിയുടെ ആരംഭകൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ വലിയ വിജ്ഞാന സ്ഫോടനം കേരളത്തിൽ നിർവഹിച്ച പത്രമാസിക പ്രചാരണത്തിനും പുസ്തക പ്രസാധനത്തിനും തുടക്കമിടുന്നതും കോട്ടയം കോളേജിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്ന് പ്രക്രിയകൾ വഴി കേരള സമൂഹത്തിൻ്റെ ആധുനികീകരണത്തിന്, കേരള സമൂഹത്തിൻ്റെ 1ാം ഘട്ടത്തിലെ ആധുനികീകരണത്തിന് തുടക്കമിട്ടത് കോട്ടയം കോളേജാണെന്നുള്ളത് നിസ്തർക്കമായി പറയാൻ കഴിയുന്ന കാര്യമാണ്. CMS കോളേജ് എന്നത് ഒരു ചരിത്രമാണ്. ഒരു കലാലയത്തിൻ്റെ ചരിത്രം എന്നതിനപ്പുറമായി മലയാള ഭാഷയുടെ, ഒരു ജനതയുടെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു കാലഘട്ടത്തിൻ്റെ, ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ ഉൾച്ചേർന്ന ഈ വിദ്യയുടെ മണ്ണിൽ പുതുതലമുറ വീണ്ടും വീണ്ടും ചരിത്രങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കാം.